മക്കളെ നല്ല സെലക്ഷൻ. മോൻ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. മോൻ നല്ല പാട്ടുകാരനാണ്. പാട്ടൊക്കെ കൃത്യമായിട്ട് പാടിയിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് 1-2-3 സ്ലിപ്പ് വന്നിട്ടുണ്ട്. അതൊരു വലിയൊരു കാര്യമില്ല. മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ശ്വാസം. ഈ ശ്വാസം നമ്മൾ കട്ട് ചെയ്യേണ്ട സ്ഥലത്ത് മാത്രമേ ഒരു വരിയുടെ കട്ട് ചെയ്യാവൂ. അത് ഇടയ്ക്ക് കയറി കട്ട് ചെയ്ത് ഇപ്പം ഉൾപ്പൂവിൻ ഒരു എക്സാമ്പിൾ പറയണേ. ഉൾപ്പൂവിൻ തുടിപ്പുകൾ അറിയുന്നു, ഉൾപ്പൂവിൻ തുടിപ്പുകൾ അറിയുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ബ്യൂട്ടിയും അതിന്റെ അർത്ഥവും എല്ലാം മാറിപ്പോകും. അതുപോലെ തന്നെ ഉള്ളിലെ സ്നേഹപ്രവാഹത്തിൽ അവിടെ എല്ലാം മോൻ ഒരുപാട് കട്ടിങ്സ് ഒക്കെ വരുന്നു. അതെന്താ അങ്ങനെ വരുന്നേ? അതാ ഞാൻ ചോദിച്ചത്. സാധകം ചെയ്തിട്ട് കാര്യമില്ല മോനെ. അതാ ഞാൻ പറഞ്ഞു. ഇന്നലെ ഞാനൊരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്തു. എന്റെ ശിഷ്യന് പറഞ്ഞു കൊടുത്താൽ പേര് നമ്മള് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. എത്ര പ്രാവശ്യം പറയാൻ പറ്റുമോ അതിങ്ങനെ പറഞ്ഞു കൂടി 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 വരും. അന്ന് പറഞ്ഞു നോക്കും. മേഘ അത്ര വേഗം മൊത്തം പേര് അമേഘേ 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 അമേ അല്ല അമേഘേ 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 ശ്വാസം വിടാതെ പറയും. അതിനിടയിൽ കേടയിലെല്ലാം അമേക്കിന്റെ കേരള ഇടയോടെ ശ്വാസം കേൾക്കും. മീനൂട്ടി മീനൂട്ടി എന്ന് പറ. തീർന്നല്ലോ. മീനൂട്ടി മീനൂട്ടി ശ്വാസം വിടരുത്. Minuti, 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 minuti. മക്കളെ നിനക്ക് നല്ല ശ്വാസമുണ്ട്. ഇത് ബേസിക് ആയിട്ട് ടെൻഷനാണ്. മോൻ വളരെ റിലാക്സ്ഡ് ആയിട്ട് പാടിക്കഴിഞ്ഞാൽ ഈ അജ്ഞാതനം ഒന്ന് പാടിക്കേ വെറുതെ. ഉടനെ ഈ നേരത്തെ പിടിക്കാതെ. കാരണം വളരെ റിലാക്സ്ഡ് ആവുക. യാത്രികൻ അവിടെ വരെ ഒരു യാത്രികൻ നിന്റെ അവിടെ കട്ട് ചെയ്യേ. മനസ്സിലായോ? അപ്പൊ എവിടെ കട്ട് ചെയ്യണ്ടെന്നുള്ള ആദ്യം ഒരു ചുവപ്പ് അക്ഷരത്തിൽ വെച്ചിട്ട് ഒരു പേന വെച്ചിട്ട് കട്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങറ്റം വരെ പോകുന്നു. എന്തായാലും ആകെ മൊത്തം നല്ല രസമായിരുന്നു. പക്ഷെ ഈ കാര്യങ്ങള് 100% നോക്കണം. പല്ലവി ഫസ്റ്റ് ടൈം നന്നായിട്ട് പാടി, സെക്കൻഡ് ടൈം പാടിയപ്പോ നീ എന്നെ അരികിൽ നിന്നു അന്യനെ പോലൊക്കെ പോയി. അപ്പൊ നിനക്ക് ആദ്യം പാടാൻ പറ്റും, രണ്ടാമത് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയാം. അത് ഈ കാര്യങ്ങൾ അങ്കിള് പറഞ്ഞെല്ലാം ഈ ചെവി കൂടെ ഒക്കെ ഇട്ട് ആ ചെവി കൂടെ കളയരുത്. ഓൾ ദ ബെസ്റ്റ്. മക്കളെ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല മിടുക്കൻ പാട്ടുകാരനാണ്. അപ്പൊ ഈ ശ്വാസം കിട്ടാൻ ഇപ്പം വിജി ചേട്ടൻ ഒരു ടെക്നിക്ക് പറഞ്ഞു തന്നു. മോനൊന്നും വേണ്ട, ഒരു ടേക്ക് എ ഡീപ് ബ്രീത്ത് എടുത്തിട്ട് ഈ പാടാൻ പോകുന്ന പാട്ടുണ്ടല്ലോ, ആ വരികൾ മാത്രം നീർമഴി പീലിയിൽ നീർമണി തുളുമ്പ് നീ എന്നരികിൽ നിന്നു എന്ന് എത്ര നേരം നിനക്ക് ഒറ്റ ശ്വാസത്തിൽ പറയാൻ പറ്റും. അതെ, അത് ആ പാട്ട് മുഴുവൻ പറഞ്ഞു നോക്കണം. അതുപോലെ പ്രാണായാമം ഈസ് ബെസ്റ്റഡാ. അതൊക്കെ ചെയ്തോ കേട്ടോ.